ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി കൊടുത്ത ആഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പണയം വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അത് മുക്കുപണ്ടമാണ് എന്നറിഞ്ഞ് ബാങ്ക് മാനേജർ ഉടൻ തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസുകാർ വന്ന് ശ്രുതിയോട് നിങ്ങൾ കൊണ്ടുവന്നത് മുക്കുപണ്ടമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി പലതവണ പറയുന്നുണ്ട്, അല്ല സർ, അത് മുക്കുപണ്ടമല്ല എന്ന്. പോലീസുകാർ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവർ തൽക്കാലം നിങ്ങൾ എന്നോട് സഹകരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ശ്രുതിയെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ദേവു അരുണിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഈ കല്യാണം നടക്കില്ല, സച്ചിയേട്ടന് ഇഷ്ടമല്ല, സച്ചിയേട്ടന് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അരുണേട്ടാ എന്ന് പറയുമ്പോൾ അരുൺ ദേവുവിന്റെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട്, നടക്കില്ലെന്നോ? അപ്പോൾ നമ്മൾ സ്നേഹിച്ചതോ, എൻ്റെ ഇഷ്ടമോ, നമ്മുടെ സ്നേഹമോ എന്നൊക്കെ? അതെല്ലാം മറക്കണം അരുണേട്ടാ എന്ന് പറയുമ്പോൾ ദേവു, എനിക്ക് നിന്നെ അങ്ങനെ മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ദേവു സങ്കടത്തോടെ പതുക്കെ ആ കൈ വിടുവിച്ച് സങ്കടത്തോടെ പോകുന്നു. അതേസമയം സച്ചി ഒരു പെൺകുട്ടിയുടെ കുഞ്ഞുടുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് വർഷയുടെ കയ്യിൽ കൊടുത്തിട്ട്, എൻ്റെ അനിയനും അനുജത്തിക്കും ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും, അന്നിവിടെ ഉത്സവം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വർഷ അത് വാങ്ങി അകത്തു പോയി പൊട്ടിക്കരയുന്നുണ്ട്. ഓരോ ദിവസവും ഇത് തന്നെ ആലോചിച്ചാണ് വർഷ തള്ളി നീക്കുന്നത്. എത്ര വേദന സഹിക്കേണ്ടി വരും, എങ്ങനെ താൻ പ്രസവിക്കും എന്നൊക്കെ ഓർത്ത് വർഷയ്ക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല. അതോ ഇനി അത് ആരും അറിയാതെ അബോർട്ട് ചെയ്ത് കളഞ്ഞോ എന്നും അറിയില്ല. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.